എനിക്ക് പറയാൻ തോന്നുന്ന സാധനം പറയാനാണ് ഞാൻ ഈ ഭൂമി ജീവിക്കുന്നത്. ഒരുത്തൻ്റെയും ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ചാനൽ പോലും ഞാൻ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നയാളാണ്. കേരളം ഉപേക്ഷിച്ച് യുവാക്കൾ പോയാൽ കേരളം എന്തായി? വൃദ്ധസാധനമായില്ലേ? പ്രതിഭകളെല്ലാം, കഴിവുള്ളവരെല്ലാം, അംബീഷൻസ് ഉള്ളവരെല്ലാം നാടുവിട്ട് പോയി കഴിഞ്ഞാൽ കേരളം ഉണ്ടോ പിന്നെ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താം, ഇവരെ എങ്ങനെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളത്തെ മാറ്റാം. അതാണ് ചിന്തിക്കേണ്ട ഭരണാധികാരികൾ. അല്ല മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിട്ടിട്ട് വേറൊരു ജീവിതം നേടി മറ്റൊരു രാജ്യത്തെ പണിക്കാരനായിട്ട് ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല നമ്മുടെ ചെറുപ്പക്കാരെ. ടോവിയുടെ സംസാരിച്ചപ്പോൾ സാറ് സജസ്റ്റ് ചെയ്തു ഇന്ന സ്ഥലത്ത് പോകണം, അങ്ങനെയൊന്നും ഇല്ല. അത് എന്നേക്കാ വിവരം മൂപ്പർക്കുണ്ട് എവിടെയൊക്കെ പോകണമെന്ന്. ടോവിനോയ്ക്ക് അങ്ങനെ വെൽ പ്രിപ്പയർഡാ സാർ. അപ്പൊ ഇങ്ങനെ ലൈഫ് ത്രെട്ടനിങ് ഒരു കോള് വന്നാൽ സാർ എന്താ പറയുക അവരുടെ അടുത്ത്? ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ? ഇന്നേ വരെ ആരും അത് വിളിച്ചിട്ടില്ല, ഇനിയോട്ട് വിളിക്കാനും പോകുന്നില്ല. ധൈര്യമുള്ള ഓരോരുത്തരും അതിനൊന്നും ധൈര്യപ്പെടില്ല. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇപ്പം നിങ്ങൾ കാണുന്നത്, ഞാനൊക്കെ കാണുന്നത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മുഴുവൻ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്, മുഴുവൻ അഭിനയങ്ങളാണ്. ഇത് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് പറയുന്നവരല്ല രാഷ്ട്രീയക്കാർ. കേരളത്തിൽ മദ്യം കഴിക്കാത്ത മാധ്യമപ്രവർത്തകർ എത്ര പേരുണ്ട്? ഇവിടെ 1-ാം തീയതി മദ്യനിരോധനം വേണ്ടെന്ന് വെച്ചാൽ താകർത്തെറിഞ്ഞ് ആഘോഷിക്കുന്നത് ആരായിരിക്കും? ആ ക്യാമറ അങ്ങ് ഓഫാക്കി കഴിഞ്ഞിട്ട് ഇവർ മന്ത്രിയെ വിളിക്കും, അയ്യോ 1-ാം തീയതി ഞങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ കിട്ടണം കേട്ടോ. കേരളത്തിലെ ജനം ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ എല്ലാം നക്ഷല് കേരള സമൂഹം ഇതിൽ കൂടുതൽ സൗകര്യങ്ങൾ, ഇതിൽ കൂടുതൽ സ്വാതന്ത്ര്യം, ഇതിൽ കൂടുതൽ ഫെസിലിറ്റികൾ, ഇതിൽ കൂടുതൽ സാമ്പത്തിക ഔന്നത്യം ഒക്കെ അർഹിക്കുന്നുണ്ട്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സാർ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുമ്പോഴും പലപ്പോഴും സാർ പറയുന്ന പോലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇതിന്റെ പേരിൽ സാറിന് എന്തെല്ലാം രീതിയിൽ വിമർശിക്കാവുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും സാറിന്. പക്ഷെ ഇതൊന്നും എഫക്ട് ചെയ്യുന്നില്ല, നമുക്കറിയാം. വളരെ രൂക്ഷമായിട്ട് സാറിന് തോന്നി, എന്ത് ബേസ്ലെസ് ആണെന്ന് സാറിന് അങ്ങനെ തോന്നിയ ഒരു വിമർശനം ഏതായിരിക്കും? ഇപ്പൊ ഈ ചില ആളുകൾ, ചില നല്ല സുഹൃത്തുക്കളുണ്ടല്ലോ നമ്മുടെ പ്രേക്ഷകരില്, അവരെന്ന് വെച്ചാൽ ഇത്തരം സാധനങ്ങൾ ചിലപ്പോൾ എനിക്ക് ഫോർവേഡ് ചെയ്യും. ഇയാളൊന്നും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവരുടെ ഉദ്ദേശിച്ച് നമുക്കറിയാമല്ലോ. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തോ ഒരു നെഗറ്റീവ് സാധനത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നിയാൽ അപ്പം അവിടെ ഞാൻ അങ്ങ് നിർത്തും. ഞാൻ കാണില്ല. എന്തിനാ ഞാൻ കാണേണ്ട കാര്യം? ഞാൻ മുമ്പേ പറഞ്ഞ സാധനം, നിങ്ങൾക്ക് ഒരു പൊതിക്കെട്ട് സെപ്റ്റിക് ടാങ്കിലെ മെറ്റീരിയലാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ അത് തുറക്കേണ്ട കാര്യമുണ്ടോ? അവിടെ അങ്ങ് കളഞ്ഞേക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ പണിയുണ്ട്, ഞാൻ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ വീക്ഷണത്തിലേക്ക് ഈ പ്രതികരിച്ചവൻ എത്താൻ അടുത്ത ജന്മത്തിൽ പോലും പറ്റില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അവനുമായിട്ട് ഞാൻ അവൻ പറഞ്ഞ എന്തിന് ഞാൻ കേൾക്കണം? അതിനെ അങ്ങ് വിട്ടേക്കുക, തുറന്നു പോലും ഞാൻ നോക്കില്ല. അതിന്റെ ആദ്യത്തെ സെന്റൻസ് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നത്, അവിടെ അങ്ങ് നിർത്തും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും പറയുമ്പോഴും സാർ കൃത്യമായിട്ട് ഓരോ കാലത്തും കേരളത്തിലെ യുവജനതേനാണെങ്കിലും അതുപോലെ കേരളത്തെ ആണെങ്കിലും അഡ്രസ് ചെയ്ത ഒരാളാണ് സാർ. ഇപ്പം കറണ്ട് ആയിട്ട് കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്തായിരിക്കും സാറിന്റെ? വളരെ കറണ്ട് ആയിട്ട് യുവജനതയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ കേരളം വിട്ട് ഇവരെല്ലാം പോകുന്നുള്ളതാണ്. ഓക്കെ, കേരളം ഉപേക്ഷിച്ച് യുവാക്കൾ പോയാൽ കേരളം എന്തായി? വൃദ്ധസാധനമായില്ലേ? പ്രതിഭകളെല്ലാം, കഴിവുള്ളവരെല്ലാം, അംബീഷൻസ് ഉള്ളവരെല്ലാം നാടുവിട്ട് പോയി കഴിഞ്ഞാൽ കേരളം ഉണ്ടോ പിന്നെ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താം, ഇവരെ എങ്ങനെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളത്തെ മാറ്റാം. അതാണ് ചിന്തിക്കേണ്ട ഭരണാധികാരികൾ. ഈ ചില വികസന വിരോധികളുണ്ട്, അവർ കാരണമാണ് കേരളത്തിൽ ഈ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ് 25 കൊല്ലം ചെയ്ത, അല്ലെങ്കിൽ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ചെയ്തു വരുന്ന സേവനമാണ് പുതിയ തലമുറ മുഴുവൻ നാട് വിട്ടുപോയത്. കാരണം ഒരു നാട് പുതിയ തലമുറയെ മോഹിപ്പിച്ചില്ലെങ്കിൽ, മോഹിപ്പിക്കുന്ന സൗകര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ, മോഹിപ്പിക്കുന്ന ഫെസിലിറ്റികൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ അത് മോഹിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഇവർ പോകും. ഇവിടെ എങ്ങനെ വരണ്ട ഒരു ഭൂമിയാക്കി വെക്കാം, ഇവിടെ എങ്ങനെ ഒന്നും നടക്കാത്ത സ്ഥലമെന്ന് ഈ കുറേ പ്രസ്താവനകൾ മാത്രം നടത്തി എങ്ങനെ നമുക്ക് ആളാകാമെന്ന് ചിന്തിച്ച പ്രകൃതി സ്നേഹികളും കുറേ വികസന വിരോധികളും ഒക്കെ കൂടെ ചേർന്ന്, വികസനം നടത്തിയവരും ഈ പറഞ്ഞ വികസനമല്ലല്ലോ നടത്തിയത്, വെട്ടിപ്പാണ് ബഹുഭൂരിപക്ഷം നടത്തിയതെന്ന് പലപ്പോഴും നമ്മൾ പല പ്രോജക്റ്റുകളും പഠിക്കുമ്പോൾ മനസ്സിലാവും. പല ഡാമുകളും ലോകത്ത് എവിടെ ഉണ്ടാക്കുന്നതിൻ്റെയും 10 ഇരട്ടി ചിലവിലാണ് നമ്മൾ പല ഡാമുകളും ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പല പാതകളും ഉണ്ടാക്കിയത്, പല പാലങ്ങളും ഉണ്ടാക്കിയത്. അപ്പം എങ്കിലും പോട്ടെ, അതൊക്കെ വികസനമായിട്ട് വന്നല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വികസനം എന്നതിനെ ഞാൻ ഇൻവേർട്ടഡ് കോമയിലാണ് ഇടുന്നത്. കാരണം നിങ്ങൾ ചിലപ്പം കണ്ട ഒരു വികസനത്തെ അല്ല ഞാൻ വികസനം എന്ന് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷ കൊടുക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടെന്ന് തോന്നിയെങ്കിൽ മാത്രമേ അവരിവിടെ നിൽക്കൂ. അല്ലാതെ ഉപദേശം കൊണ്ടൊന്നും നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ആരും നിൽക്കില്ല.
സോ അവരെ എക്സൈറ്റ് ചെയ്യണം കേരളം. എക്സൈറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എൻ്റർടൈൻമെൻറ്റ്സ് വേണം, അവർക്ക് അത്ഭുതങ്ങൾ വേണം, അവർക്ക് അഭിമാനം തോന്നണം സ്വന്തം നാടിനെക്കുറിച്ച്. ഈ അഭിമാനം തോന്നുന്ന ലോകത്ത് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു കാലത്ത്, ഗൂഗിളിൻ്റെ യൂട്യൂബിൻ്റെ കാലത്ത് അയൽ രാജ്യത്തും സംസ്ഥാനത്തും വരെ എന്ത് നടക്കുന്നു എന്ന് ഇവർക്ക് ഇത് കാണാൻ ഇവിടെ ഇരുന്നുണ്ട്. അവിടെ ഇവർ താരതമ്യപ്പെടുത്തും. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന ഒരു തീരുമാനത്തിലെത്തുന്നു, അവർ നാട് വിട്ടു പോകുന്നു. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ഇനിയെങ്കിലും തിരിച്ചു പിടിക്കണം. നമ്മുടെ പുതിയ തലമുറ കേരളത്തിന് വേണ്ടി ചിന്തിക്കുന്ന, കേരളത്തിന് വേണ്ടി സംരംഭങ്ങൾ നടത്തുന്ന, കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി ഇവിടെ തന്നെ വേണം, നമ്മുടെ മാതാപിതാക്കളുടെ ഒപ്പം. അല്ല മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിട്ടിട്ട് വേറൊരു ജീവിതം നേടി മറ്റൊരു രാജ്യത്തെ പണിക്കാരനായിട്ട് ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചെറുപ്പക്കാരെ അഭിമാനത്തോടെ സ്വന്തം നാട്ടിൽ ജീവിക്കട്ടെ. അതാണ് വേണ്ടത്. പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മളൊക്കെ എപ്പോഴും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ടൂറിസം മിനിസ്റ്ററായിട്ട് സാറ് വരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് അത്രയും വലിയ കാര്യങ്ങൾ ഓരോ ഇൻ്റർവ്യൂസിലായാലും ഇൻട്രാക്ഷൻസിലായാലെങ്കിലും സാർ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ കാണാറുണ്ട്. സാർ ഇത്രയും ഞാൻ ചോദിക്കുമ്പോഴും വളരെ വ്യക്തമായിട്ട് ചോദിച്ചോട്ടെ, കാരണം പലപ്പോഴും സാർ ഈ തുറന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ്, ഒരു കോൺസിക്വൻസസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. ജീവന് അങ്ങനെയല്ല സാറിന് എന്തെങ്കിലും ജീവന് ഭീഷണി പിന്നെ അങ്ങനെ എന്തെങ്കിലും ലൈഫ് ത്രെറ്റനിങ് നോക്കാൻ പറഞ്ഞു ആണല്ലേ? ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? ഇപ്പൊ ഏതാണ്ട് 1 മണിക്കൂറായല്ലോ. ആണ് സാർ. അല്ല അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്ന സാധനം പറയാനാണ് ഞാൻ ഈ ഭൂമി ജീവിക്കുന്നത്. ഒരുത്തൻ്റെയും ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്, ആരും തന്ന സംഭാവനയും കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ചാനൽ പോലും ഞാൻ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നയാളാണ്. ഞാൻ കഠിനാധ്വാനം ചെയ്ത് പുലർച്ചെ 3 മണി വരെ ഉണർന്നിരുന്ന് പണിയെടുത്തിട്ട് ഫ്രീ ആയിട്ട് എൻ്റെ കണ്ടന്റ് തരുന്നയാളാണ് ഞാൻ. വേണേ കണ്ടാൽ മതി, ഞാൻ പറയുന്നത് വേണേ കേട്ടാൽ മതി. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. അതാണ്. സോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം സാർ അപ്പൊ ഇങ്ങനെ ലൈഫ് ത്രെട്ടനിങ് ഒരു കോള് വന്നാൽ സാർ എന്താ പറയുക അവരുടെ അടുത്ത്? ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ? ഇന്നേ വരെ ആരും വിളിച്ചിട്ടില്ല, ഇനിയോട്ട് വിളിക്കാനും പോകുന്നില്ല. ധൈര്യമുള്ള ഓരോരുത്തരും അതിനൊന്നും ധൈര്യപ്പെടില്ല. തീർച്ചയായിട്ടും. സാർ എന്തുകൊണ്ട് രാഷ്ട്രീയ ഒന്നാമത്തെ കാര്യം ലൈഫ് ത്രെട്ടനിങ് ആകുന്ന ഒരു കാര്യം, എന്നെ ചിലപ്പോൾ വിമർശിക്കുന്നവരുണ്ടാവാം, അത് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രം വിമർശിക്കുന്നവരാ. ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് അതിൽ നിന്ന് കുറച്ച് വരുമാനം, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി സന്തോഷ് ജോർജ് കുളങ്ങരയെ വിമർശിച്ചാൽ 10 പേര് കാണും എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നവര്. അല്ലെങ്കിൽ ചില മതത്തിന്റെ ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അവരുടെയും ഉപജീവന മാർഗം അത് മാത്രമാണ്. വേറെ എന്തെങ്കിലും പണി അവർക്ക് അറിയുമോ? ഈ പണി അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ പണി അവർക്കറിയാം. അപ്പോൾ അവരിതിനെ ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ 2 കൂട്ടരും ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നവരാ, ആ തൊഴിലിന് വേണ്ടി ജീവിക്കുന്ന. പക്ഷെ ഞാൻ ഈ അഭിപ്രായം ഒന്നും പറയുന്നത് ഉപജീവനത്തിന് വേണ്ടിയിട്ടല്ല. അതാണ് വ്യത്യാസം ഞാനും അവരുമായിട്ടുള്ളത്. മനസ്സിലായി. സാർ ഇത്രയും പറയുമ്പോൾ ഇനി അടുത്തൊരു യാത്രയുടെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ സാർ? എല്ലാ ദിവസവും എനിക്ക് യാത്രകളാണല്ലോ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് റഷ്യയിൽ നിന്ന് വന്നത്. അടുത്തത് ഇപ്പൊ ഈ മാസം അവസാനം അടുത്ത യാത്രയുണ്ട്. ഇപ്പം ഈ ആഴ്ച അവസാനം തന്നെ ഞാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകും. അവിടെ ചില പരിപാടികളുണ്ട്. അതിനായിട്ട് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകളുടെ അപ്ഡേറ്റ്സ് ഒക്കെ സാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് അത് ഉടനെ ഉണ്ടാകുമെന്ന് കുറച്ചു കാലമായിട്ട് ഞാൻ പറയുന്നു. ഇത് താമസിക്കുകയില്ല എന്നാണ് പ്രതീക്ഷ. ഇതിനകത്തെ പ്രശ്നം, ഇതൊന്നും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. മാൻഡ് വെഹിക്കിൾ ആണ്. പിന്നെ 2 ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്പേസ് ലൈനറുകൾ എന്ന് പറയുന്ന വിമാനം പോലെ ആളുകളെ സ്പേസിലൂടെ എത്തിക്കുന്ന, ഞാൻ വർഷം മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമാണത്. അങ്ങനെ ഒരു ഗതാഗത സംവിധാനത്തിൻ്റെ ട്രയലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ട രീതിയിലുള്ള സ്പേസ് ക്രാഫ്റ്റുകളാണ് ഡിസൈൻ ചെയ്യുന്നത്, വിമാനം പോലത്തെ. അല്ലാതെ നമ്മൾ റോക്കറ്റ് പോലെ കത്തിച്ച് ആകാശത്തേക്ക് വിടുന്നതല്ല. ആ ടെക്നോളജി പണ്ടേ ഇവിടെ ഉണ്ട്. അപ്പോൾ പുതിയൊരു ടെക്നോളജിയിൽ മനുഷ്യരെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനത്തിന് വേണ്ട സുരക്ഷാ പരിശോധനകളും അതിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകളും ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൽ 1-2 പരാജയങ്ങൾ ഇതിനിടയ്ക്ക് ഇവർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ ഡിലേ കൂടുതൽ വന്നത്. ഏതെങ്കിലും ഒരു യാത്ര പോണ്ടെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? അയ്യോ പോണ്ട സന്തോഷേട്ടാ, ഡോണ്ട് ഗോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടേ ഇല്ല? ലക്കി. അത് ലക്കാണോ? കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വെറുതെ, പുള്ളിക്ക് ഓൾ ഇന്ത്യ കറങ്ങുന്നതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഇത്. ഇപ്പം തന്നെ 3-4 തവണ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് പോകണ്ടെന്ന് പറയുന്നത് നമ്മളെയും കൂടെ കൊണ്ടുപോകായിരുന്നെങ്കിൽ പോകണ്ടെന്ന് പറയുമായിരുന്നോ? പക്ഷെ എന്നെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. എന്നോട് പറയുന്ന അത് റിസ്ക് ഉണ്ട് പല സ്ഥലങ്ങളും. കാരണം ഇവര് വളരെ കർദുങ്കാല ഇവിടെ ജീവിക്കുമ്പോൾ ഉള്ള റിസ്ക് ഓർത്തിട്ടാണ് പുള്ളി ഓൾ ഇന്ത്യ യാത്രയ്ക്ക് പോകുന്നത് തന്നെ. അപ്പൊ പിന്നെ ഈ കൂടെ വീണ്ടും റിസ്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഒറ്റയ്ക്ക് കയറി പയ്യന്മാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പൊക്കളഞ്ഞു. പൊക്കോട്ടെ. എന്നോട് പറഞ്ഞു വേണ്ട, നീ ഇപ്പൊ വരണ്ട, വളരെ റിസ്കി യാത്ര, സോ ഡോണ്ട് കം. നിന്നെയും കൂടെ കൊണ്ടുപോയി നിന്നെ എനിക്ക് നോക്കേണ്ടി വരും, ഇതാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാണ് കേട്ടോ. അങ്ങനെയുള്ള ആണുങ്ങളോട് ചേട്ടൻ എന്നാ പറയാനുള്ളേ? ഗോ അഹെഡ്. ഭാര്യ പറയുന്ന ഒന്നും നിങ്ങൾ നിൽക്കണ്ട, പൊക്കോളുക, വിട്ടോളുക. അല്ല, ഭാര്യ പറയുന്നത് കേട്ടോളൂ, പക്ഷെ തീരുമാനങ്ങൾ നമ്മുടേതായിരിക്കണം. ആണ്. കാരണം യാത്രയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ
നമ്മൾ തന്നെ എടുക്കണം. ഭാര്യയെ പറ്റുമെങ്കിൽ കൂടെ കൊണ്ടുപോവുക. ഉണ്ട് കേട്ടോ. യെസ്. ഏറ്റവും കൂടുതൽ സന്തോഷ് സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അടിയിൽ വന്ന കമന്റ്സ് മൊത്തം ഇതാണ്. സന്തോഷ് സാറിനെ ഒന്ന് ടൂറിസം മിനിസ്റ്റർ ആക്കിക്കൂടെ, ഞങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് എന്നാണ് അദ്ദേഹം ഒന്ന് എത്തുന്നതെന്ന് ഒന്ന് ചോദിക്കാൻ പറ്റും, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആക്കിക്കൂടെ, ഒരുപാട് എന്തെങ്കിലും സാർ പൊളിറ്റിക്സിലേക്ക് വരുമോ? ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇപ്പം നിങ്ങൾ കാണുന്നത്, ഞാനൊക്കെ കാണുന്നത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മുഴുവൻ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്, മുഴുവൻ അഭിനയങ്ങളാണ്. ഇത് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് പറയുന്നവരല്ല രാഷ്ട്രീയക്കാർ. അവർ ആ സദസ്സ് നോക്കിയിട്ട് ആ സദസ്സിനെ പ്ലീസ് ചെയ്യാൻ എന്ത് പറയണമെന്ന് തീരുമാനിച്ച് പറയുന്നവരാ. അല്ലാതെ പറയാൻ അവർക്ക് പറ്റില്ല. കാരണം അവർ ജനപ്രതിനിധികളാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ ഇങ്ങനെ പറയാവുള്ളൂ എന്ന് ജനം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയക്കാരുടെ കുറ്റമാണെന്ന് ചോദിച്ചാൽ അല്ല. അതിനകത്ത് നല്ല ഇച്ഛാശക്തിയുള്ള ലക്ഷ്യബോധമുള്ളവരില്ലേ? ഉണ്ട്. പക്ഷെ അവർക്ക് പോലും അഭിനയിച്ചേ കേരളത്തിൽ ജീവിക്കാൻ കഴിയൂ. ഇഷ്ടമില്ല എന്ന് തുറന്നു പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയും കൂടി ഉള്ള ഈ കാലത്ത് അവർക്ക് കേരളത്തിൽ തലപൊക്കാൻ പറ്റാതെ വരും. അപ്പം സോഷ്യൽ മീഡിയയ്ക്കും സമൂഹത്തിനും ഇഷ്ടപ്പെടുന്നത് എന്തെന്ന് മാത്രം പറഞ്ഞ് ജീവിക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരിപ്പോൾ. എന്നാൽ എന്തെങ്കിലും സാറിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവോ? എന്തെങ്കിലും ഒരു കാലത്ത്? ഉടനെ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു രംഗത്തിറങ്ങിയാൽ, ഞാൻ ഇത്ര നേരം സംസാരിച്ചതുപോലെ, ഞാൻ ഇത്ര നാളും പ്രവർത്തിച്ചതുപോലെയാണ് സഫാരിയിൽ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളാണ് നടപ്പാക്കിയത്. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് ഞാൻ ശരിയെന്ന് തോന്നിയത് നടപ്പാക്കി. ഞാൻ ആരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല ചെയ്തത്. നാട്ടുകാർക്ക് മുഴുവൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചിട്ടല്ല ചെയ്തത്. നാട്ടുകാരത് ക്രമേണ ഇഷ്ടപ്പെടുകയായിരുന്നു. എൻ്റെ സഞ്ചാരം തുടങ്ങുമ്പോൾ നാട്ടുകാരോട് മുഴുവൻ അഭിപ്രായം ചോദിച്ചിട്ടല്ല ഞാൻ തുടങ്ങിയത്. എൻ്റെ ബോധ്യങ്ങളാണ് നടപ്പാക്കിയത്. എൻ്റെ ബോധ്യങ്ങൾ നടപ്പാക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ളിടത്തേ ഞാൻ പോയി പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഒരു മന്ത്രിക്ക് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമോ? കഴിയില്ല. കറക്റ്റ്. അല്ല, സാറ് പറയായിരുന്നു ഇപ്പൊ നമ്മൾ ഈ എല്ലാ 1-ാം തീയതി ഈ മദ്യനയം എടുത്ത് മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സാറിന്റെ ഒരു നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചിന്തകളുണ്ടായിരുന്നു. കാരണം ടൂറിസത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കേരളത്തിൻ്റെ ഭാവിയിൽ ടൂറിസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന്. അത് മനസ്സിലാവണമെങ്കിൽ ഇപ്പം മെക്സിക്കോയിലെ കാൻകൂൺ പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ, അല്ലെങ്കിൽ കിഴക്കനേഷ്യയിലെ രാജ്യങ്ങൾ, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ, കംബോഡിയ പോലുള്ള രാജ്യങ്ങൾ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ലോകത്തെ അങ്ങോട്ട് ആകർഷിച്ച് കൊണ്ടുവന്ന് പണമുണ്ടാക്കുന്നു, പിടിച്ചു നിൽക്കാൻ, വളരാൻ ഉള്ള കരുത്താർജിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതേ സ്ഥാനത്താണ് ഈ കേരളത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ടൂറിസ്റ്റ് തന്നെ യൂറോപ്പിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന് വരികയാണെങ്കിൽ അവൻ കൊച്ചി വന്നിറങ്ങി ഒരു ദിവസം മറ്റോ 1-2 ദിവസം കൊച്ചി താമസിച്ച് അവൻ ശ്രീലങ്കയിലേക്കോ തായ്ലൻഡിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലേക്കോ പോകുന്ന പോക്കായിരിക്കും. ഇവിടെ വരുന്നത് കഷ്ടകാലത്തിനൊരു 31-ാം തീയതി വൈകിട്ടാണെങ്കിലോ, 1-ാം തീയതി അവൻ താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിൽ പോലും ഒരു ബീർ പോലും അവന് കിട്ടില്ല. അവൻ ബീർ കഴിക്കണോ, വിസ്കി കഴിക്കണോ, വോഡ്ക കഴിക്കണോ എന്ന് മലയാളിയാണോ തീരുമാനിക്കേണ്ടത്? അവനാണോ തീരുമാനിക്കേണ്ടത്? കറക്റ്റ്. അവൻ്റെ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു നാട്ടിലേക്ക് പിന്നീട് ഒരിക്കലും വരുമോ? എന്നാൽ അടുത്ത ദിവസം ഇവിടുന്ന് നേരെ കയറി ശ്രീലങ്ക ചെല്ലുമ്പോഴോ അവന് യഥേഷ്ടം എന്തും ലഭിക്കുന്നു. ഒരു മനുഷ്യൻ ടൂറിസ്റ്റായിട്ട്, നിങ്ങൾ വേണ്ട എന്ന് പറയുന്ന നിങ്ങൾ തന്നെ മദ്യനിരോധനമുള്ള രാജ്യത്തേക്ക് ടൂർ പോകാത്തവരല്ലേ? കേരളത്തിലെ 80% പുരുഷന്മാരും മദ്യപിക്കുന്നവരാ. എന്നാൽ സോഷ്യൽ മീഡിയയിലെ കമന്റിൽ 80% മദ്യനിരോധികളും അവര് ആണ് അല്ലേ? ആണ്. ഇതാണ് ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത്. കപടനാട്യം എന്ന് പച്ച മലയാളത്തിൽ പറയുന്ന സാധനം. കപടനാട്യത്തിന്റെ അങ്ങേയറ്റമാണ് മലയാളി. 80% മദ്യപാനികളായ മലയാളികളാണ് 1-ാം തീയതി മദ്യനിരോധനം എടുത്തു മാറ്റുന്നതിനെതിരെ ഘോരം പറയുന്നത്, കമന്റ് അടിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തകരിൽ ഞാൻ മാധ്യമപ്രവർത്തകനാണ്, മാധ്യമപ്രവർത്തനം പഠിച്ച ആളാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ഇന്നത്തെ തലതൊട്ടപ്പന്മാരായ പ്രമുഖരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവരാണ്. അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കേരളത്തിൽ മദ്യം കഴിക്കാത്ത മാധ്യമപ്രവർത്തകർ എത്ര പേരുണ്ട് പറയാൻ പറ്റുമോ? എനിക്കറിയുന്നവരെല്ലാവരും യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇവിടെ 1-ാം തീയതി മദ്യനിരോധനം വേണ്ടെന്ന് വെച്ചാൽ താകർത്തെറിഞ്ഞ് ആഘോഷിക്കുന്നത് ആരായിരിക്കും? ആ ക്യാമറ അങ്ങ് ഓഫാക്കി കഴിഞ്ഞിട്ട് ഇവർ മന്ത്രിയെ വിളിക്കും, അയ്യോ 1-ാം തീയതി ഞങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ കിട്ടണം കേട്ടോ. മനസ്സിലായില്ലേ? ഇതിനല്ലേ ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത്? മാധ്യമപ്രവർത്തകർ മുതൽ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും വരെ ഹിപ്പോക്രാറ്റുകളായ ഒരു സമൂഹമാണ്. അവിടെ നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കും മനുഷ്യരെ.
അല്ല, ഈ മലയാളികളുടെ ഒരു കപടനാട്യം ഉണ്ട് എന്ന് സാർ പറഞ്ഞു. സിസ്റ്റത്തിലാണ് നമ്മൾ ആദ്യമേ വർക്ക് ചെയ്യേണ്ടത്, സിസ്റ്റത്തിന് പുറത്ത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് കാര്യമില്ല, സിസ്റ്റം ഇവിടെ പൊളിറ്റിക്കൽ സിസ്റ്റമേ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് സാർ ഒരിടത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ കപടനാട്യത്തിൽ സാർ വിശ്വസിക്കുന്ന വേറൊരു കാര്യം എന്തായിരിക്കും കേരളത്തിൽ? കപടനാട്യം കൊണ്ട് നമ്മുടെ ഒത്തിരി വർഷങ്ങൾ നഷ്ടപ്പെട്ടു. കുറെ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുമല്ലോ. ഈ സീ പ്ലെയിന്റെ കാര്യം തന്നെ സാറിന് അറിയാം. അതെന്നെ പറഞ്ഞാൽ അത് കപടനാട്യമായിരുന്നില്ലേ? ആ, രാഷ്ട്രീയക്കാര് അന്ന് എതിർത്ത രാഷ്ട്രീയക്കാരുടെ കാപട്യമായിരുന്നു ഇപ്പൊ തെളിഞ്ഞില്ലേ? എന്താണ് അല്ലാതെ സാഹചര്യം ഒന്നും മാറിയിട്ടില്ലല്ലോ. സാറിന്റെ ഇതിൽ എന്താണ് കാരണം? ഈ സീ പ്ലെയിൻ ഒക്കെ വരുന്നത് കൊണ്ട് ഒരുപാട് ഈ പറഞ്ഞ അഗ്രികൾച്ചറിൽ ഒരുപാട് കാര്യങ്ങളിൽ ദോഷമുണ്ടാകും, ഒരുപാട് കാര്യങ്ങളിൽ ഗുണമുണ്ടാകും എന്നുള്ളതല്ല. നമ്മൾ പ്രോ ആക്റ്റീവ് ആണെന്നുള്ളൊരു തോന്നൽ ലോകത്തിന് മെസ്സേജ് കൊടുക്കും. ടൂറിസത്തിൽ ഏത് സാധനത്തെയും സ്വീകരിക്കുന്നതാണെന്ന് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ഉണ്ടാവും. കറക്റ്റ്. ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മളെക്കുറിച്ച് മതിപ്പുണ്ടാവും. അവിടെ സീ പ്ലെയിൻ ഉണ്ട്, അവിടെ ഹൈസ്പീഡ് ട്രെയിൻ ഉണ്ട്, അതിവേഗ ഗതാഗത സംവിധാനങ്ങളുണ്ട്, എക്സ്പ്രസ് വേ ഉണ്ട്. ഇതെല്ലാം ഉള്ള ഒരു വികസിത ഒരു വളർന്ന ഒരു സമൂഹത്തിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നൊരു തോന്നലുണ്ടാവും. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു നാട്ടിലേക്ക് ഇന്ന് ലോകത്തെല്ലായിടത്തും ഇതൊക്കെ ആയിക്കഴിഞ്ഞു. അതൊന്നും ഇല്ലാത്തൊരു നാട്ടിലേക്ക് വരുമ്പം ഒരു അപരിഷ്കൃത നാട്ടിലേക്കാണ് ഞാൻ ഇത്തവണ ടൂറിസ്റ്റായി പോകുന്നതെന്ന് വീട്ടിൽ പറയുന്ന പോലെ ഇരിക്കും. കറക്റ്റ്. ഏറ്റവും കൂടുതൽ ആദ്യം കേരളത്തിൽ മാറ്റേണ്ടതെന്ന് ടൂറിസം മേഖലയിൽ സാറിന് തോന്നിയ റോഡ്സ് ആണോ, റെയിൽസ് ആണോ ഏറ്റവും കൂടുതൽ? എല്ലാത്തരം ഇൻഫ്രാസ്ട്രക്ചറും നവീകരിക്കണം. എല്ലാത്തരം ഇൻഫ്രാസ്ട്രക്ചറും. കാരണം അതിവേഗ റെയിൽവേ നമുക്ക് ആവശ്യമാണ്. സംശയമുണ്ടോ? കാരണം ഇപ്പോൾ എന്തുകൊണ്ടാണ് മലബാർ മേഖല ടൂറിസത്തിൽ പിന്നിക്കിടക്കുന്നതിൻ്റെ കാര്യം? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചിയാണ്. ഇപ്പോഴും ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ മുഴുവൻ വരുന്ന കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കുമാണ്, ഏറ്റവും കൂടുതൽ കൊച്ചിയിലേക്കാണ്. ഇവിടുന്ന് ഇപ്പോഴത്തെ സാധാരണ ഒരു ട്രെയിനിലും മറ്റ് ബസ്സിലും ഒക്കെ കയറി ഇവർക്ക് സമയം കളയാനില്ല. എല്ലാ ടൂറിസ്റ്റും അവന് 2 ദിവസമാണ് ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ പരമാവധി യൂസ് ചെയ്യാനല്ലേ, വണ്ടിക്കാതിരിക്കാനല്ലോ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് വണ്ടിയെ കയറിയാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തിയാൽ അവൻ ഹാപ്പിയാണ്. കൊച്ചിയിൽ നിന്ന് ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു ഗതാഗത സംവിധാനത്തിൽ കയറി 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്യാൻ ആളുകൾക്ക് ഇപ്പോൾ ഇഷ്ടമല്ല. നിങ്ങൾ ഫ്ലൈറ്റിലാണെങ്കിൽ പോലും ആദ്യമായിട്ട് കയറുന്നവരല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ മടുക്കും. ഇതൊന്ന് ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ, അവിടെ എത്തിയിരുന്നെങ്കിൽ. നമ്മൾ സമയം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. 2-2.5 മണിക്കൂർ അതുപോലെ ഒരു സിനിമ കാണുന്ന സമയത്തിൽ കൂടുതൽ ഒരൊറ്റ ഇരിപ്പ് ഇരിക്കാൻ ആർക്കും ഇഷ്ടമല്ല. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. മാറിയ കാലത്ത് നമ്മൾ ആരാണോ 6-7 മണിക്കൂർ ഒരൊറ്റ ഇരിപ്പ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഒരു വിമാനത്തിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ നമുക്കൊരു 1.5 അല്ലെ 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തണം. ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പോൾ കേരളത്തിൽ എവിടേക്കും സെൻട്രലിൽ നിന്നെങ്കിലും ഒരു 2 മണിക്കൂർ കൊണ്ട് പറ്റുന്ന ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാവണം. അപ്പോഴേ ടൂറിസ്റ്റുകൾ വരുന്നത് എന്തിനാ? അവന് ജീവിത സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നല്ലോ. അവൻ ഉണ്ടാക്കിയ സമ്പാദ്യം ചെലവഴിക്കാൻ വരുന്നതാ, അവൻ ആഘോഷിക്കാൻ വരുന്നതാ. അപ്പോൾ അവനോട് നീ 3 മണിക്കൂർ മസിൽ പിടിച്ചിരുന്നോണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. നീ ലിഷർലി നീ 2 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടും. 2 മണിക്കൂർ അല്ല 5 മണിക്കൂർ എടുക്കും, അല്ലെ ചിലപ്പോൾ 8 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞാൽ അതാ പോകണ്ടെന്ന് വെക്കും. അപ്പം മുടക്കം കേരളം വികസിക്കില്ല. അതാണ് കാര്യം. എന്നാൽ ഈ ടൂറിസത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ കേരളത്തെ ഒന്ന് റാങ്ക് ചെയ്യാണ്, അണ്ടർ ഡെവലപ്ഡ്, ഡെവലപ്പിംഗ്, ഇതിൽ ഏത് കൊടുക്കും സാർ? ഡെവലപ്പിംഗ് തന്നെയാണ്. ഡെവലപ്പിംഗ് ആണ്. കാരണം ഈ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് സ്റ്റിൽ എന്നല്ലെന്ന് അതിൻ്റെ അർത്ഥം. പുതിയ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളരെ സ്ലോയിലാണ്, വളരെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. എങ്കിലും ടൂറിസത്തിൽ പ്രതീക്ഷയുണ്ട് എനിക്ക്. പക്ഷേ മാറി വരണം, വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലേ സാർ കേരളം? സാർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിദേശ മണിയാണ് ഈ വരുന്നത്. ഇപ്പം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ മരങ്ങാട്ടുപള്ളിക്കാരൻ വാഗമണ്ണിലേക്ക് പൊതിച്ചോറും കെട്ടി 2 കുപ്പി കള്ളും കഷത്തി വെച്ചുകൊണ്ട് പോകുന്നതിനല്ല ഞാൻ ടൂറിസം എന്ന് പറയുന്നത്. കറക്റ്റ്. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ആൾക്കാരും ഒക്കെ മലയാളികൾ ഏതെങ്കിലും ബീച്ചിൽ ഒത്തുകൂടി അവിടെ ടൂറിസം വിജയിച്ചു എന്നാണ് തിരിച്ചിരിക്കുന്നത്. ഒരു ഗുണവും കേരളത്തിനുണ്ടാവുന്നില്ല. ആ പോകുന്ന ആളുകൾക്ക് ഒരു മനസ്സമാധാനവും ഒരു സന്തോഷവും കിട്ടുന്നുണ്ടെന്നുള്ള ആഴ്ച എക്കണോമിക്ക് 5 പൈസയുടെ ഗുണം ഉണ്ടാകുന്നുണ്ട്. അവിടെ കുറേ വേസ്റ്റ് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു അമേരിക്കക്കാരൻ കേരളത്തിലേക്ക് ഡോളർ മുടക്കി വരികയും ഇവിടുത്തെ ടാക്സിക്കാരനും ഇവിടുത്തെ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് മുതൽ ഇവിടുത്തെ ഹോട്ടലുകളിൽ, റിസോർട്ടുകളിൽ അല്ലെങ്കിൽ ഗതാഗത സംവിധാനത്തിൽ ഒക്കെ പൈസ മുടക്കുമ്പോൾ ഈ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളിലൂടെ, റിസോർട്ടിൻ്റെ അനുബന്ധമായ സർവീസ് കൊടുക്കുന്ന ആളുകളിലൂടെ, റിസോർട്ടിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ടാക്സും GST ആയിട്ട് സർക്കാരിലേക്ക് ചെല്ലുന്നതിലൂടെ നമ്മുടെ എക്കണോമി വളരും. അങ്ങനെയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കേണ്ടത്. അല്ലാതെ മലയാളി വേറൊരു സ്ഥലത്ത് തേക്കടിയിൽ നിന്ന് ഇടുക്കിയിലേക്ക്, ഇടുക്കിയിൽ നിന്ന് കോട്ടയത്തേക്ക് യാത്ര ചെയ്തതുകൊണ്ട് കേരളത്തിൻ്റെ എക്കോണമിക്ക് ഗുണമുണ്ടാവുന്നില്ല വലിയ തോതിൽ. അവർ പോയി പലചരക്ക് കടയെന്നോ വല്ല പെട്ടിക്കടയെന്നോ ചായക്കടയെന്നോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഗുണം ആ നാട്ടുകാർക്ക് കിട്ടും എന്നുള്ളതല്ലേ. അപ്പം നമുക്ക് ടൂറിസത്തിൽ ലോകത്ത് എവിടെയും കാണുന്ന പ്രതിഭാസം എന്താണ്? അന്യരാജ്യക്കാർ, പ്രത്യേകിച്ച് അന്യരാജ്യക്കാർ വരണം. ഏറ്റവും ചുരുങ്ങിയത് അന്യ സംസ്ഥാനക്കാരെങ്കിലും നമുക്ക് കേരളത്തിലേക്ക് വരണം. ഇവരുടെ എണ്ണമാണ് നമ്മൾ കണക്കെടുക്കേണ്ടത്.
നിർഭാഗ്യവശാൽ കേരള ടൂറിസത്തിൻ്റെ കണക്കുകൾ മുഴുവൻ ഇവിടെ മലയാളികൾ പോയി യാത്ര ചെയ്യുന്നതിൻ്റെ കണക്കുകളാണ് പലതും. അത്രേ വരുന്നുള്ളൂ അല്ല, മലയാളികൾ യാത്ര ചെയ്യുന്നതാണ് കൂടുതൽ എണ്ണം അതിനകത്ത് വരുന്നത്. വരുന്നത്. വിദേശികളുടേതോ അന്യസംസ്ഥാനക്കാരുടേതോ അല്ല. അപ്പോൾ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട നമ്മുടെ ആൾക്കാർ മലയാളികൾ തന്നെ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്തു കേരളത്തിനകത്ത് എന്നുള്ളതല്ല ടൂറിസത്തിൻ്റെ കണക്കെടുക്കേണ്ടത്. എത്ര വിദേശികളെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, എത്ര അന്യസംസ്ഥാനക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, അതാണ് ടൂറിസത്തിൻ്റെ അളവുകോല്. സാർ ഇത്രയും കൃത്യമായിട്ട് പറയുമ്പോഴും നമുക്കറിയാം നമ്മളിപ്പോൾ ഉള്ളവർ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആവാറുണ്ട് സാറിൻ്റെ ഓരോ ടോക്ക് കേട്ടിട്ട്. ഇപ്പം എൻ്റെ ഒരു തലമുറ എന്ന് പറയുന്നത് ഇത്രയും ലോകരാജ്യങ്ങൾ ഇത്രയും സുന്ദരമാണെന്ന് ഞങ്ങൾക്ക് കാട്ടിത്തന്ന ഒരാൾ കൂടിയാണ് സാർ. ഞങ്ങൾ പറയും മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച വ്യക്തിത്വമാണ്. അപ്പം സാറിനെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് ഇതുപോലെ ഈ എന്താ പറയുക എന്തിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ സാറിനെ മോട്ടിവേറ്റ് ചെയ്ത ഒരു പൊളിറ്റീഷ്യൻ, ഒരു ലീഡർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ നിന്ന്? രാഷ്ട്രീയത്തിൽ തന്നെ ഞാൻ ചോദിക്കാം, കാരണം സാറിന് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാല്യകാലത്ത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാമെന്നും നാട്ടുകാർ ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടതില്ലെന്നും എന്നെ പഠിപ്പിച്ച എൻ്റെ പിതാവ് തന്നെയാണ്. അതായിരുന്നു തുടക്കം. അതുകൊണ്ട് തന്നെ എനിക്കൊരു ധൈര്യം കിട്ടി, നാട്ടുകാർ ചെയ്യുന്ന എല്ലാം ചെയ്യലല്ല എൻ്റെ ജോലി, നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റേതായ വഴിയിലൂടെ വഴിവെട്ടി പോകുന്നതാണ് ശരി എന്ന് അതിനുള്ള ധൈര്യം തന്നത് എൻ്റെ പിതാവും എൻ്റെ കുടുംബമാണ്. പിന്നീട് അങ്ങോട്ട് ഞാൻ വളർന്നു തുടങ്ങി കഴിയുമ്പോൾ ഞാൻ വായിക്കുമായിരുന്നു നന്നായിട്ട്. അത് ബയോഗ്രഫികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിൽ പലരുടെയും ബയോഗ്രഫിയിൽ നിന്ന് MKK മേനോനാവട്ടെ, മനസ്സിലായില്ലേ, മലയാളത്തിലെ എത്രയോ കേരളത്തിലെ എത്രയോ ആളുകൾ, അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ആളുകൾ, ഇൻ്റർനാഷണൽ ലെവൽ റിച്ചാർഡ് ബ്രാൻസനെ പോലുള്ള ആളുകൾ, സ്റ്റീവ് ജോബ്സിനെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ പ്രതിസന്ധികളിൽ നിന്ന് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുത്തപ്പോൾ ലോകം തന്നെ മാറിപ്പോവുക ചെയ്തത്. ആപ്പിൾ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? പറ്റില്ല. മൈക്രോസോഫ്റ്റ് ഇല്ലാത്ത, ഗൂഗിൾ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഫേസ്ബുക്ക് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എന്നിട്ട് വേണം നിങ്ങൾ മാർക്ക് സക്കർബർഗിനെ വിമർശിക്കാൻ. നിങ്ങൾക്കതില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല. അവിടെയാണ് അമേരിക്ക വൻശക്തിയാവുന്നത്. അല്ലാതെ അവൻ്റെ തോക്കിൻ്റെയോ ആറ്റം ബോംബിൻ്റെയോ കണക്ക് വെച്ചിട്ടല്ല. നിങ്ങളുടെ നിത്യജീവിതത്തെ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്നവനെ അവനെ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കുന്നത് അമേരിക്കൻ കമ്പനികളാണ്. അതാണ് അമേരിക്കയുടെ ശക്തി. നിങ്ങൾ ഈ ക്യാമറ വെച്ച് എൻ്റെ നേരെ നോക്കുന്നുണ്ടെങ്കിൽ, ആ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിത്യജീവിതത്തിലെ സർവ്വ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ എല്ലാം പേറ്റൻ്റ് ഏതെങ്കിലും ഒരു അമേരിക്കക്കാരൻ്റെ കയ്യിലും നമ്മളിതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അമേരിക്കയുടെ ശക്തി. ഇത്തരം ശക്തിയും കഴിവുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യയെ മാറ്റണം. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയുടെ ടെക്നോളജി ഉപയോഗിക്കുന്നതിന് ഇന്ത്യയിലേക്ക് പണം ഒഴുകിയെത്തണം. ഇപ്പോഴും നമ്മൾ ഈ കുട്ടികളെ കയറ്റിവിടുന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാർ അന്യരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്കാരൻ അടുത്ത തലമുറയ്ക്കും കൊടുക്കാനുള്ള പേറ്റന്റ് തുക കൊടുക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ കൊണ്ട് അമേരിക്കൻ കമ്പനികളും പാശ്ചാത്യ ശക്തികളും പണിയെടുപ്പിച്ച് അടുത്ത ടെക്നോളജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവരെ. എന്നിട്ട് നമ്മുടെ മക്കള് ഇനി അടുത്ത തലമുറ കൊടുക്കേണ്ട പേറ്റന്റ് പൈസയും കൂടെ അതിനുള്ള ടെക്നോളജി അവരോട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മളെ മക്കളെ കൊണ്ട്. അതിനു പകരം ആ മക്കളെ ഇവിടെ നിർത്തി അമേരിക്കക്കാരൻ നമുക്ക് പേറ്റന്റ് തരുന്ന ടെക്നോളജിയിൽ ഉണ്ടാക്കിയാലാണ് ഇവിടുത്തെ ഭരണാധികാരികൾ അല്ലെ സ്റ്റേറ്റ്സ്മെൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്. അതിന് അവരെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്താ വേണ്ടേ? മണ്ടൻ ചിന്തയായിട്ട് പോലെ വേണ്ടേ? ലോക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റികളൊക്കെ കേരളത്തിൽ കൊടുത്താൽ ഇവയൊന്നും അങ്ങ് പോവില്ല. ചെറുപ്പക്കാരുടെ വികാരം കാണാതെ വയസ്സൻ ചിന്തയെ മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ എൻ്റർടൈൻമെൻ്റ് ഒന്നും വേണ്ട, ഇവിടെ ആഹ്ലാദങ്ങളൊന്നും വേണ്ട, അതിവേഗത്തിലൊന്നും വേണ്ട, ആർക്കാ ഇത്ര ധൃതി എന്നൊക്കെ പറയുന്നത്. ചെറുപ്പക്കാർക്ക് ധൃതി ഉണ്ടെന്നേ, ചെറുപ്പക്കാർക്ക് നല്ല ധൃതിയുണ്ട് ഒരിടത്ത് എത്താൻ. അവരുടെ സ്വപ്നത്തിന് അനുസരിച്ച് രാഷ്ട്രം വളർന്നില്ലെങ്കിൽ, നാട് വളർന്നില്ലെങ്കിൽ, വളർന്ന നാട്ടിലേക്ക് അവർ കയറിപ്പോകും. നിങ്ങൾ ഏതെങ്കിലും അനാഥാലയത്തിൽ കിടന്ന് പുഴുത്ത് ചാവും. അതാണ് അല്ല സാർ ഇത്രയും പറയുമ്പോഴും ഇപ്പൊ ഈ സാറ് പറഞ്ഞു നമ്മുടെയൊക്കെ ഇപ്പം ഹസ്ബൻഡിന്റെ നാട് പത്തനംതിട്ടയാണ്, വീടുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം അവിടെ എല്ലാം സാറ് പറഞ്ഞ ഒരു 60+, 70+ ജനങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം അവരുടെ മക്കളെല്ലാവരും ഈ വെസ്റ്റേൺ കൺട്രീസിലാണ്. ഭയങ്കരമായിട്ടുള്ള നൈറ്റ് ലൈഫ്, ഭയങ്കര ഇൻട്രാക്ഷൻസ്, ഗെറ്റ് ടുഗെദേർനെസ്. ഇവിടെ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവർ നൈറ്റ് ലൈഫ് ഒന്നും തന്നെ ഇവിടെ അലോട്ടഡ് അല്ല. സാറിന് ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം, ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു പബ്ബ് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആ ഒരു എക്സ്റ്റെൻഡിൽ ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഏറ്റവും കൂടുതൽ യൂത്ത് ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ പബ്ബ്, നൈറ്റ് ലൈഫ്. സാറിന് തോന്നുന്നുണ്ടോ അതൊക്കെ ടൂറിസത്തെ, കേരളത്തിന്റെ ടൂറിസത്തെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യര് ടൂറിസം അല്ലെങ്കിൽ ട്രാവല്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ട്രാവൽ അല്ല എല്ലാവരും ചെയ്യുന്ന ട്രാവല്, എന്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഒരു വെക്കേഷൻ എന്നാണ് പറയുക. ട്രാവൽ എന്നതിനേക്കാൾ പാശ്ചാത്യരും മറ്റു നാടുകളിലും ഒക്കെ വെക്കേഷൻ ട്രിപ്പ് എന്നാണ് പറയുക. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതുവരെ അതിസംഘർഷഭരിതമായ ജോലി തിരക്കുകളിൽ, ടെൻഷനുകളിൽ, പ്രശ്നങ്ങളിൽ, സാമ്പത്തിക പ്രതിസന്ധികൾ അത് പരിഹരിക്കാനുള്ള ഇതിലാണ് ലോകത്തെ എല്ലാ മനുഷ്യരും.
അമേരിക്കയിൽ ജീവിക്കുന്നതിൻ്റെ ജീവിതം സുഖകരമൊന്നുമല്ല. അവൻ കഠിനാധ്വാനം ചെയ്ത് രാവും പകലും അധ്വാനിച്ച് വലിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതം മുമ്പോട്ട് പോവുള്ളൂ. വീടിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കണം, കാറിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കണം, കോച്ചിനെ കോളേജിൽ ചേർക്കണമെങ്കിൽ വലിയ ഫീസ് കൊടുക്കണം, അതിൻ്റെ ലോൺ എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വർഷത്തിൽ ഒരാഴ്ച എന്നാൽ പിന്നെ നമ്മൾ കുടുംബമായിട്ട് പോയി അങ്ങ് ഉല്ലസിച്ചേക്കാമെന്ന് വിചാരിച്ച് വരുന്നതാണ് ഈ കേരളത്തിലേക്ക്. വരുമ്പോൾ അവനെ സാരോപദേശം പഠിപ്പിക്കാനും നീ 5 മണി കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കാല് തല്ലൊടിക്കുമെന്നും പറയുന്നിടത്തേക്ക് അവൻ വരുമോ? ഇത്രയും മാത്രം അങ്ങ് ചിന്തിച്ചാൽ മതി. ഈ എതിർക്കുന്നവന് ഒരു ബാല്യകാലം യൗവനകാലം ഉണ്ടായിരുന്നു എന്നും ആ യൗവനകാലത്ത് യാത്ര ചെയ്തിരുന്നെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നും അതൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഉള്ള തലമുറയെ അനുവദിക്കണ്ടേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കേരളത്തിന് ഈ നൈറ്റ് ലൈഫ് ഓപ്പൺ ആക്കി കൊടുത്താൽ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ സർ? അതിന് മാത്രം പക്വത ആർജിച്ചിട്ടില്ല മലയാളി. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തെ മാനവീയം വീതി പോലും എന്തെല്ലാം തോന്നിയാസങ്ങളാണ് കാണിക്കുന്നത്, കള്ളു കുടിച്ചിട്ട് ആഭാസ്ത്രം കാണിക്കുന്നില്ലേ? അതിനെ നിയന്ത്രിക്കാനും അതിനെ മനുഷ്യനെ എക്യുപ്ഡ് ആക്കാനും അതിന് പ്രാപ്തമാക്കാനും വേണ്ട വിദ്യാഭ്യാസം കൂടെ കൊടുക്കണം. നമുക്ക് സിവിക് സെൻസ് പഠിപ്പിക്കുന്നുണ്ടോ സ്കൂളുകളിൽ? പൗരബോധം എന്ന് പറയുന്ന ഒരു സാധനം പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ പൊതുസ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ മാന്യമായിട്ട് മറ്റുള്ളവർക്ക് പെരുമാറണം, അന്യനാടുകളിൽ നിന്നോ അല്ലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ വരുന്നവരെ എങ്ങനെ നമ്മൾ സഹായിക്കണം, സമൂഹത്തിലെ മാന്യമായിട്ടുള്ള ചിന്തകൾ എന്താണ്, ബിഹേവിയർ എന്താണ്. നിങ്ങൾക്ക് ഏത് ആഘോഷത്തിലും പങ്കെടുക്കാം. അമേരിക്ക ലിബർട്ടിയുടെ നാടാണ്. അവിടുത്തെ നിയമം ഇത്രയേ ഉള്ളൂ, നിനക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം. പക്ഷെ അതേ സ്വാതന്ത്ര്യം നിൻ്റെ അടുത്ത് നിൽക്കുന്നവനുണ്ട്. നിനക്ക് കൂവാനുള്ള അവകാശമുണ്ട്, അടുത്ത് നിൽക്കുന്നവന് അത് കേൾക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം നീ എന്ത് ചെയ്യണം? കൂവാൻ പാടില്ല. ഇവൻ കൂവുന്നത് എനിക്ക് ശല്യമാണെന്ന് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്താൽ നിന്നെ എടുത്തുകൊണ്ട് പോകും. അതാണ് അവിടുത്തെ നിയമം. നിനക്ക് കൂവാൻ അവകാശമുണ്ട്, പക്ഷേ അടുത്ത് നിൽക്കുന്നവന് അത് കേൾക്കണ്ടെന്നാണ് അവൻ്റെ ചിന്തയെങ്കിൽ നീ കൂവാൻ പാടില്ല. അതാണ് അമേരിക്ക. അതുകൊണ്ടല്ലേ നമ്മൾ എത്ര അമേരിക്ക വിമർശിച്ചാലും നമ്മുടെ മക്കളൊക്കെ അങ്ങോട്ടല്ലേ പോകുന്നത്. അല്ല, പൊതുവെ എല്ലാവരും പറയും സാറിന് കേരളത്തിനോട് എന്തെങ്കിലും അനിഷ്ടമുണ്ടോ എന്ന്. പലരും സാറിന്റെ കാരണം സാർ കേരളത്തിനോട് ഇത്ര റിബലിസ്റ്റിക് ആയിട്ട് എന്തുകൊണ്ടാണ് പറയുന്നത്? പല കമന്റ്സ് ഞാൻ വായിച്ചത് അങ്ങനെയാണ്. സാറിന് ശരിക്കും കേരളത്തിനോട് അങ്ങനെ ഒരു അനിഷ്ടമുണ്ടോ? എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്? ഞാൻ ഈ 148 രാജ്യത്ത് പോയിട്ട് എനിക്ക് ജീവിക്കാൻ കൊള്ളുന്ന എത്രയോ രാജ്യം ഞാൻ കണ്ടു, എത്രയോ നാടുകൾ കണ്ടു. അവിടെയൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകൾ എനിക്ക് ഇഷ്ടം പോലെയാണ്. ഈ പറഞ്ഞ മീഡിയ പ്രവർത്തനം എനിക്ക് അവിടെ ചെയ്താൽ പോരെ? മലയാളത്തിൽ ആ പരിപാടി ആ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ചെയ്താലും മനുഷ്യൻ കാണില്ലേ? സഞ്ചാരം ഞാൻ ഈ ഓരോ യാത്രയും കഴിഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ വിദേശ രാജ്യത്തേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടാലും മനുഷ്യർ കാണില്ലേ? അപ്ലോഡ് ചെയ്താലും മനുഷ്യർ കാണില്ലേ? സംപ്രേഷണം ചെയ്താലും മനുഷ്യർ കാണില്ലേ? ഈ കേരളത്തിൽ ഈ മനുഷ്യരുടെ കൂടെ വന്ന് ജീവിക്കണമെന്ന് എനിക്കെന്താ നിർബന്ധം? എന്നിട്ടും ഈ 27 കൊല്ലം ലോകയാത്ര നടത്തിയിട്ട് ഞാൻ ഇപ്പോഴും കേരളത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോട് പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ലോകം കണ്ട അനുഭവത്തിൽ നിന്ന് പറയുന്നു, നമുക്ക് മാറണം, ഇത് പോരാ എന്ന് ഞാൻ മനസ്സ് തുറന്ന് പറയുന്നതാണ്. അത് മനസ്സിലാക്കാൻ പക്വതയും അതിനുള്ള അറിവും ആർജിച്ച ആളുകൾക്ക് അത് മനസ്സിലാവും. കേരളത്തിലെല്ലാവരും അങ്ങനെ ആർജിച്ചവരാണോ? അവർക്ക് മനസ്സിലാകുന്ന ലെവലിലേ അത് ഗ്രഹിക്കാൻ കഴിവുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാറ് പറഞ്ഞ പോലെ ഇത്രയും ലോകം കണ്ട ഒരാൾക്ക് ഒരു സ്ഥിരതാമസമാക്കാനായിട്ട് ഒരു സ്പേസ് സാറിന് മനസ്സിൽ തോന്നിയില്ല. കേരളത്തിൽ തന്നെയാണെങ്കിൽ അത്രമാത്രം അദ്ദേഹം കേരളത്തെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാണുമ്പോൾ അതിന് സാർ ഒന്ന് എതിർക്കുന്നു, അല്ലെങ്കിൽ അതിനെതിരെ അല്ല, അതിനെ ഒന്നല്ല എതിർക്കുന്നത്. ഞാൻ നാഗശികാന്തം എതിർക്കും. അത് മോശമാണെന്ന് മനുഷ്യന് ബോധ്യപ്പെടുവോളം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറയുക തന്നെ ചെയ്യും. എന്തിനാ ഞാൻ ആരെയും ഭയപ്പെടുന്നത്? ആണ് സാർ ഇത്രയും പറഞ്ഞു, ആരെയും പ്ലീസ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. സാറിന് അല്ല, പ്ലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഉപദ്രവിക്കേണ്ട കാര്യം നമുക്കില്ല. ഞാൻ ഒരു സാമൂഹ്യദ്രോഹ പ്രസംഗങ്ങൾ നടത്തുന്ന ആളല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. ഞാൻ ഇവിടുത്തെ ആളുകളെ മുഴുവൻ അവഹേളിക്കുന്ന ഒരാളല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നമ്മളിൽ വരുത്തേണ്ട, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ജനം ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ എല്ലാം നക്ഷല്. കേരള സമൂഹം ഇതിൽ കൂടുതൽ സൗകര്യങ്ങൾ, ഇതിൽ കൂടുതൽ സ്വാതന്ത്ര്യം, ഇതിൽ കൂടുതൽ ഫെസിലിറ്റികൾ, ഇതിൽ കൂടുതൽ സാമ്പത്തിക ഔന്നത്യം ഒക്കെ അർഹിക്കുന്നുണ്ട്. അവൻ അർഹിക്കുന്നതിൻ്റെ ഒരു പകുതി പോലും അവന് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പല ഗൾഫ് രാജ്യങ്ങളെ നോക്കൂ, അവിടുത്തെ സാധാരണക്കാരേക്കാൾ എത്രയോ വിദ്യാസമ്പന്നരാണ് മലയാളികൾ. ആ ഗൾഫ് നാടുകളിലെ പൗരന്മാർക്ക് കിട്ടുന്ന ഫെസിലിറ്റികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും സാധാരണക്കാർ എത്ര വിവരദോഷികളാണെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, സൗജന്യങ്ങൾ, അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റികൾ, അവർക്ക് കിട്ടുന്ന നല്ല റോഡുകൾ, സംവിധാനങ്ങൾ ഒക്കെ എത്ര മികച്ചതാണെന്ന് ഞാൻ കാണുന്നുണ്ട്. എന്തുകൊണ്ട് മലയാളിക്ക് അത് കിട്ടുന്നില്ല?
അത്രയും അവനേക്കാൾ കൂടുതൽ പണിയെടുക്കുന്ന ഒരു മലയാളിക്ക് എന്ത് ഇവിടെ കിട്ടുന്നുണ്ട്? അത് കിട്ടേണ്ടതല്ലേ? അപ്പോൾ അവന് വേണ്ടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. തിരിച്ചറിയുന്നില്ലാത്തവരോട് എന്ത് പറയാനാണ്? കറക്റ്റ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് സാറിൻ്റെ ഈ ഒരു സാന്നിധ്യം. ഇനി ഒരൊറ്റ ചോദ്യം വേറെ ഒന്നുമല്ല സാർ, ഇനി സഫാരിയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് സാർ? അതുപോലെ തന്നെ അതിൻ്റെ യൂട്യൂബിലാണെങ്കിലും സാർ എന്താണ് സഫാരി എങ്ങനെയാണ് ആഫ്റ്റർ ഒരു 10 years? കാരണം ഞാൻ വായിച്ചിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല സാർ. പല യാത്രകളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇനി ഞാൻ മടങ്ങി എത്തിയില്ലെങ്കിൽ ഈ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് സാർ എഴുതി വയ്ക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ശീലം ഇപ്പോഴും ഉണ്ടോ സാർ? ആ എഴുതി വെച്ച പേപ്പർ എപ്പോഴും അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. അത് പ്രശ്നം ഇതാണ്, സഫാരി 10 വർഷം കഴിഞ്ഞ് എങ്ങനെയാവും എന്നല്ല, ലോകത്തിൻ്റെ മാധ്യമങ്ങൾ 10 വർഷം കഴിഞ്ഞ് എങ്ങനെയാവും എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് 10 വർഷം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത് വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു ലോകത്തേക്കായിരിക്കുമോ പോവുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകത്തേക്കായിരിക്കും ഇത് മെർജ് ചെയ്യാൻ പോവുക. എങ്ങനെയാകുമെന്ന് എനിക്കോ നിങ്ങൾക്കോ ഇപ്പോൾ പറയാൻ കഴിയില്ല. യൂട്യൂബ് ഉണ്ടാകുമെന്ന് 25-27 കൊല്ലം മുമ്പ് സഞ്ചാരം തുടങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നോ? ഇല്ല. അപ്പം മീഡിയ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുക. അപ്പം പക്ഷേ മനുഷ്യന് ലോകത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്ക് ഒക്കെയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അറിവുകൾ, അല്ലെങ്കിൽ അത് നേടാൻ മനുഷ്യന് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ, ഈ ഭൂമിയെക്കുറിച്ചുള്ള അറിവുകൾ, മറ്റു മനുഷ്യരെക്കുറിച്ചുള്ള അറിവുകൾ, ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക മനുഷ്യൻ. ഇത് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട്, പ്രസ്ഥാനമായിട്ട്, മാധ്യമമായിട്ട് സഫാരി ഉണ്ടാവും. അതെനിക്ക് ശേഷം എന്നേക്കാൾ മിടുക്കന്മാർ ഇത് ഏറ്റെടുക്കും, അത് നടത്തും. ചിലപ്പോൾ അതെൻ്റെ കുടുംബത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് തന്നെയോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ആളുകൾ വന്ന് ഈ പ്രസ്ഥാനത്തെ ഇതിനേക്കാൾ മികച്ചതായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. അന്നത്തെ മിടുക്കന്മാരായിരിക്കും അതിനെ നയിക്കുക. തീർച്ചയായിട്ടും. ഇനി സാറിന്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് തന്ന ഒരു 3 ചോദ്യം മാത്രമേ ഉള്ളൂ. അത് വേറൊന്നും അല്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ സാറിന്റെ സുഹൃത്തുമായിട്ട് മേ ബി വലിയ മെസ്സിലേക്ക് മാറും കേട്ടോ സാർ. അത് മാത്രമേ ഉള്ളൂ സാറിന്. ആ സുഹൃത്ത് സാർ അത് ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് പറയണം. ഇതാണ് ഈ സെഗ്മെന്റ്, വേറൊന്നുമല്ല. ഇത് ചില സ്ഥല പേരുകളാകാം, ഇല്ലെങ്കിൽ ഇതൊരു മനുഷ്യന്റെ പേരാകാം, എന്ത് വേണോ ആകാം, വസ്തുക്കളുടെ ആകാം. സാർ ഐഡന്റിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ റിവ്യൂ പറഞ്ഞ് ആളുകളെ പറ്റിക്കാറുണ്ട്. ഞാനും താങ്കളും ചേർന്നാൽ തഗ്ഗുകളുടെ ബഹളമാണ്. എൻ്റെ പേരിൽ ചൈനയിൽ ഒരു ചാരായമുണ്ട്. ആരാണ് ഞാൻ? മിക്കവാറും ബൈജു എൻ നായരായിരിക്കും. ബൈജു എൻ നായരാണ്. ബൈജു എന്നാണ്. ബാക്കി ഒന്നും കേട്ടിട്ടില്ല. ഇയാളുടെ പേരിൽ ഒരു ചാരായം ഉണ്ട് അവിടെ. ഒരൊറ്റ മലയാളിയുടെ പേരില് ചൈന ചാരായം ഉള്ളൂ. അത് ഈ ബൈജു എൻ നായരുടെ പേരിലാണ്. ബൈജു എന്നാണ് ചാരായത്തിന്റെ പേര്. അല്ല, എനിക്ക് തോന്നുന്നു സാറിന് ഇത്രയും തിരക്കാണെന്നറിയാം. ഒരു 3 AM ഫ്രണ്ട് സാറിനുണ്ട്. അതായത് ഭയങ്കരമായിട്ട് സാറ് സ്ട്രെസ് ആവുന്ന സമയത്ത് ഒരു ഫോൺ എടുത്ത് വിളിച്ച് നീ ഇങ്ങ് ബാ, നമുക്ക് ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരിക്കാം. 3 AM ഫ്രണ്ട്, അങ്ങനെ സാറിന് ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ ഒരാള്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങളെ കാണുന്ന ഒരാളാണ്. എൻ്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഞാൻ തന്നെ കണ്ടെത്തുന്ന ഒരാളാണ്. അത് എൻ്റെ ചിന്തകളിലൂടെ, എൻ്റെ വായനകളിലൂടെ ഞാൻ ആ സൊല്യൂഷൻസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചുറ്റും ഒരു 10-12 പേരുള്ള ഒരു സർക്കിളുണ്ട്. പക്ഷെ അവരെ ഒന്നും എല്ലാ ദിവസവും വിളിക്കുകയോ അങ്ങനെ എൻ്റെ ആത്മസംഘർഷങ്ങൾ എല്ലാവരുമായിട്ട് തുറന്നു പറയുകയോ ഒന്നും ചെയ്യുന്ന സൗഹൃദമല്ല. അതൊക്കെ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം എന്നാൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഭാര്യയുടെ അടുത്ത് മാത്രമാണ്. അത് പക്ഷേ അടുത്ത കാലത്തൊന്നും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്ന കാലത്ത് ഒത്തിരി പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിസന്ധികളിലേക്ക് പോയിട്ടുണ്ട്. വലിയ ചതിവുകൾ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഇനി മുമ്പോട്ടില്ല എന്ന് ചിന്തിച്ച കാലം വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഭാര്യയുടെ അടുത്ത് മാത്രമാണ് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഭാര്യയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെ. പക്ഷേ പിന്നീട് ബിസിനസ്സിൻ്റെ സംഘർഷങ്ങൾ, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ, ഈ സംരംഭങ്ങൾ നടത്തുന്നതിൻ്റെ പ്രതിസന്ധികൾ ഒക്കെ വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിക്കുക. പിന്നെ എൻ്റെ കുടുംബത്തിനകത്ത് തന്നെയാണ്. എൻ്റെ സഹോദരനുണ്ട്, എൻ്റെ പിതാവുണ്ട്, അമ്മ മരിച്ചുപോയി, എൻ്റെ സഹോദരിമാരുണ്ട്. ഇവരുടെയൊക്കെ അടുത്ത് ഉള്ളതിനേക്കാൾ വലിയ ബന്ധങ്ങളൊന്നും എനിക്ക് പുറത്തില്ല. ഗ്രേറ്റ്. അപ്പോൾ എന്തായാലും ബൈചേട്ടനെ സന്തോഷിക്കാം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട് ബൈചേട്ടനെ സന്തോഷിക്കാം. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നു അതിനകത്ത്. ഇനി ഞാനൊരു താരമാണ്. ഞാനും സാറുമായിട്ട് ഏകദേശം ഒരു 2-2.5 മാസം മുമ്പ് വളരെ കാര്യമായിട്ടിരുന്ന് സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച സിനിമയാണ്. കറക്റ്റ്. അജയന്റെ 2ാം മോഷൻ അതായിരുന്നു, ടോവിനോയാണ്. സാർ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. സാർ ഏറ്റവും കൂടുതൽ താരങ്ങളുടെ കാര്യം പറയുമ്പോൾ മലയാള സിനിമയിൽ യാത്രകൾ അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരു താരത്തെ പറയാൻ പറഞ്ഞു സാർ? ടോവിനോ നന്നായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. മിക്കവാറും എല്ലാ താരങ്ങളും യാത്ര ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ
ഈ ചെറുപ്പക്കാരിൽ ഇപ്പോൾ വന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് ഒരു സിനിമ കഴിഞ്ഞാൽ കുറേ നാൾ യാത്ര ചെയ്തേ പറ്റൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളാണ് പിടിക്കുന്ന ആള് എനിക്ക് തോന്നുന്നത്. ടോവിയാണ്. സാർ സിനിമ കാണാറുണ്ടോ ഏതെങ്കിലും ആ തിയേറ്ററിൽ? ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ആടുജീവിതം വന്നപ്പോൾ ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞു. ഞാൻ 10 വർഷമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. ഓക്കെ. തിയേറ്ററിൽ ഈ ആടുജീവിതമാണ് ഞാൻ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് കാണുന്നത്. അതിനിടയ്ക്ക് ഒരു സിനിമ കണ്ട ഒരു പ്രിവ്യൂ തിയേറ്ററിൽ പോയി എൻ്റെ ബ്രദർ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു, ഈമയവും. ഈ മായ. ആ സിനിമയുടെ പ്രിവ്യൂവിന് എന്നെ ഞാൻ പ്രിവ്യൂ തിയേറ്ററിൽ പോയി അത് കണ്ടു. അതല്ലാതെ ഞാനൊരു സിനിമ കാണാൻ ഞാൻ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ താഴെ അതാ ഞാൻ പറഞ്ഞു, ഈ കേട്ട പാതി കേൾക്കാത്ത പാതി കമൻറ്റ് ഇടുമെന്ന് പറഞ്ഞ പോലെ ഇയാൾ 10 കൊല്ലത്തിനിടയ്ക്ക് സിനിമ കണ്ടിട്ടില്ലേ, എന്താണ് ആനയാ ചേനയാന്ന് പറഞ്ഞു. 10 കൊല്ലത്തിന് സിനിമ കാണണ്ടേ? എൻ്റെ ഹോം തിയേറ്ററിൽ ഞാൻ എല്ലാ സിനിമയും അപ്ഡേറ്റാ കാണുന്നുണ്ട്. എല്ലാ വീക്കെൻഡിലും സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് ആകുമ്പോൾ ഞാനും ഭാര്യയും മക്കളും കൂടെ എല്ലാ വീക്കെൻഡും അല്ല, സമയം കിട്ടുന്ന വീക്കെൻഡ്സിൽ ഇങ്ങ് വരും. ശനിയാഴ്ച രാത്രി ഇങ്ങ് വരും. ശനിയാഴ്ച രാത്രി മുഴുവൻ ഞങ്ങളിരുന്ന് നല്ല ഭക്ഷണം ഓർഡർ ചെയ്യും. എല്ലാം ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണ്, മറൈൻ ഡ്രൈവിലാണ്, കായൽ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാം. അപ്പോൾ 11ാം നിലയിലാണ്. അപ്പോൾ മനോഹരമായ കൊച്ചിയുടെ കാഴ്ചകൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് കണ്ടുകൊണ്ട് ഈ ഹോം തിയേറ്ററിൽ 1 by 1 ആയിട്ട് കാണാനുള്ള സിനിമകൾ മക്കളും സെലക്ട് ചെയ്യും, ഞാനും സെലക്ട് ചെയ്യും. അത് ഉറങ്ങാതെ ഇരുന്നങ്ങ് കാണും. ചിലപ്പോൾ പിറ്റേ ദിവസം ഉച്ച വരെ അങ്ങ് പോകും. അപ്പോൾ കണ്ടു തീർക്കാനുള്ള സിനിമ മുഴുവൻ കണ്ടു തീർക്കും. എന്നാൽ തിയേറ്ററിൽ പോയി ഇങ്ങനെ ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് തിയേറ്ററിൽ പോകണ്ടില്ലാത്തത്. അപ്പോൾ ഈ തോക്കിനകത്ത് കയറി വെടിവെക്കരുതെന്ന് എൻ്റെ പ്രേക്ഷകരോട് എനിക്കൊരു അഭിപ്രായമുണ്ട്. മുഴുവൻ കേട്ടിട്ട് വേണം കമന്റ് ഇടാൻ. സാർ ഇത്രയും സിനിമകളുടെ ഏത് ജോണർ സിനിമകളാണ് സാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്? എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു അതിനാടകീയതയും അതിവൈകാരികതയും ഉള്ള എനിക്ക് അത്ര ഇഷ്ടമല്ല. ഹിസ്റ്ററി ബേസ്ഡ് പീരിയഡ് ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സഫാരിയിൽ ചരിത്രം ചലച്ചിത്രം എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ, ചരിത്രം ബേസ് ചെയ്തിട്ടുള്ള സിനിമകളുടെ മാത്രം പരമ്പര നമ്മൾ എത്രയാ 500 സിനിമകൾ അതിലെ മലയാളിയെ കാണിച്ചു. അതുപോലെ തന്നെ ഈ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മലയാളത്തിൽ സാറിന് അങ്ങനെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു സിനിമ ഏതായിരിക്കും? മലയാളത്തിൽ നമുക്ക് എടുക്കാനാണെങ്കിൽ പെട്ടെന്ന് ഒത്തിരി സിനിമകളുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സിനിമ, ഈ ചില സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കൂടുതൽ എണ്ണം തലയ്ക്കകത്ത് വന്നു കഴിയുമ്പോൾ എനിക്ക് ഒരു പരിധിവരെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് ഈ ആടുജീവിതം. ഏറ്റവും അവസാനം അടുത്ത കാലത്ത് കണ്ടതിലെ ഒരു സിനിമയാണ്. അജയന്റെ രണ്ടാം മോഷണം ഞാൻ കണ്ടില്ല, കാണാൻ പറ്റിയില്ല. കാണാൻ ഞാൻ ടോവിയുടെ സംസാരിച്ചപ്പോൾ സാർ സജസ്റ്റ് ചെയ്തു ഇന്ന സ്ഥലത്ത് പോണം? ഇല്ല, അത് എന്നേക്കാ വിവരം മൂപ്പർക്കുണ്ട് എവിടെയൊക്കെ പോകണമെന്ന്. ടോവിനോയ്ക്ക് അങ്ങനെ വെൽ പ്രിപ്പയർഡാ, വെൽ പ്ലാൻഡ് ആണ്. അടുത്തത് എവിടെ പോകണം, അടുത്തത് എവിടെ പോകണം എന്നൊക്കെ പുള്ളിക്കറിയാം ടോവിനോ. അപ്പോൾ ടോവിനോ കൃത്യമായിട്ട് ഓർത്തിരിക്കുകയാണ്. സന്തോഷ് സാറ്. ഇനി അടുത്തത് ഇത്രയേ ഉള്ളൂ. 4000, 9000, 9221 3128 ഇതൊക്കെ എന്താണ്? എങ്ങനെ ഒന്നുകൂടെ? 4000. അതെന്റെ കാറുകളായിരിക്കും. കറക്റ്റ്. ഇതെല്ലാം സാറിന്റെ വണ്ടി നമ്പേഴ്സ് ആണ്. കാരണം ഈ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളിങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങൾ ഇങ്ങനെ മിസ് ചെയ്തു പോകുന്നത് ബൈചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈചേട്ടൻ പക്ഷെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ബൈജു നായരാണ് ഇതൊക്കെ തന്നത്. 4000, 9000 ഇതൊക്കെ എന്റെ നമ്പറുകളാണ്. ഈ നമ്പർ കാരണം തന്നെ വിൽക്കാതെ ഇട്ടിരിക്കുന്ന വണ്ടികൾ അതൊക്കെ. അതെന്നാ സാർ? ഈ 4000 ഒക്കെ ഒരു ക്വാളിസ് ആണ്. ശരിക്കും 2000 വണ്ടി വാങ്ങിച്ചതാ, 24 കൊല്ലമായി. അപ്പൊ എനിക്ക് ഈ വണ്ടി എൻ്റെ പ്രശ്നം വെച്ചാൽ എൻ്റെ നാട്ടിൽ ഈ വണ്ടി ഞാനായിട്ട് അങ്ങ് ആളുകൾ കരുതിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി നാട്ടിലുണ്ട്, ഇന്നലെ ആ വണ്ടി പോകുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ചിലപ്പോൾ. വണ്ടി ഡ്രൈവ് ചെയ്യാറുണ്ടോ സാർ? പിന്നെ ഒത്തിരി ഡ്രൈവ് ചെയ്യാറുണ്ട്. ഒത്തിരി അല്ല, ഞാൻ ഒത്തിരി ദൂരയാത്രയ്ക്കൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. എൻ്റെ ഒരു സഹയാത്രികരുണ്ട്, മൂപ്പരാണ് എൻ്റെ വണ്ടിക്കാര്യങ്ങൾ നോക്കുന്നതും എന്നെ കൊണ്ടുപോകുന്നതും ഒക്കെ. അപ്പോൾ പുള്ളി ഇപ്പോഴും ഉണ്ട് ഇവിടെയും. അപ്പം അതല്ല, ഞാൻ വീട്ടിലും ഓഫീസിലും നാട്ടിലുള്ള ഓട്ടങ്ങളൊക്കെ ഞാൻ തനിച്ച് ഓടിക്കും. എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ദീർഘയാത്രകളിൽ ഈ യാത്രക്കിടയ്ക്കാണ് നമ്മൾ ഈ 100 കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. അടുത്ത എന്ത് ചെയ്യണം, ഈ പരിപാടി ഇങ്ങനെയാക്കിയാൽ എന്താ, അടുത്ത പരിപാടി ഈ പരിപാടി തീർന്നു കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം ചെയ്ത് തുടങ്ങണം, ഇങ്ങനെ അടുത്ത യാത്രയിൽ നമുക്കത് ഇത് മുഴുവൻ ഇങ്ങനെ ചിന്തിച്ച് പോയി കഴിയുമ്പോൾ അത് ശരിയല്ല. അത് നമ്മുടെ ഡ്രൈവിങ്ങിൽ നിന്ന് ശ്രദ്ധ ചിലപ്പോൾ മാറും. അങ്ങനെ ഇടയ്ക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ദീർഘമായ യാത്രകൾ, പ്രത്യേകിച്ച് മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള 1.5 മണിക്കൂറേ ഉള്ള യാത്ര, അതുപോലും ഞാൻ ഡ്രൈവറില്ലാതെ പോകാറില്ല. ഓക്കെ. അപ്പൊ ഇത്രയായിരുന്നു ബൈചേട്ടാ. എല്ലാവരെയും കൃത്യമായിട്ട് കാര്യങ്ങൾ ഇത് ഓർക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ എന്താണേലും ഞങ്ങൾക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സ്നേഹം അറിയിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ സാറിനെ വീണ്ടും എത്ര തവണ കണ്ടാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് വളരെ കൗതുകമുള്ള കാര്യമാണ്. വീണ്ടും സാറിനോടൊപ്പം ചെലവഴിക്കാനായിട്ടുള്ള ഭാഗ്യം ഞങ്ങൾക്കും എനിക്കും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സർ. താങ്ക് യു.